അങ്ങനെ ഞാളെല്ലാവരും പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചൂസിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നേരത്തൊക്കെ നമ്മളെ കൊണ്ടുവന്നതൊന്നും മനസ്സിലായില്ല. എന്നാൽ അത്ര സ്പീഡിൽ ആര് പോകുന്നത് അനുഭവം നല്ല കയറ്റാണ്. നമ്മൾ ഏറ്റവും കണ്ടിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് പോകട്ടോ. ആ പോകുന്ന സമയത്ത് ഒരു വീഡിയോ ഇഷ്ടമാക്കി നിങ്ങൾ എന്താക്കണം, ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. കമൻറ്റ് പിന്നെ നോക്കണ്ടല്ലോ. അങ്ങനെ ഞാളെല്ലാവരും കൂടി എന്താക്കാണ് നേരെ അങ്ങോട്ടേക്ക് പോയത്. കുറേ പ്രാവശ്യം ഞാൻ വിളിച്ചു എല്ലാം കൂടെ എനിക്കൊന്ന് പതുക്കെ പോയിക്കൂടെ നോക്കി എന്നോട് പറഞ്ഞെങ്കിൽ ഇത് കയറ്റല്ല, അവിടെ സ്പീഡിലാണ് പോയിക്കോളൂ. പിന്നൊന്നും പറയാനൊന്നുമില്ല. ഇവിടെ കുറേ കുട്ടികളൊക്കെ നമ്മളെ തന്നെ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നതിനെ കൊണ്ടായിരിക്കും എല്ലാവരും നോക്കുന്നതെന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ അറിയിച്ചു. അന്നേരം അമ്മൂൻ്റെ ഒന്ന് മുഖം കാണിക്കാൻ പറഞ്ഞിട്ട് അമ്മ കാണിച്ചില്ല. ഞാൻ കുറേ പറഞ്ഞു അടിയോ ഒന്ന് കാണിക്കുമ്പോൾ ഒന്ന് കാണിക്കുന്നു. അന്നേരം ഓള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കുന്നുണ്ട് എനിക്ക് കുറവാണെന്ന്. അപ്പം ആയിക്കോട്ടെ എന്നാൽ പിന്നെ കുറവൊക്കെ അവിടെ വെക്കുന്നു. അങ്ങനെ അമ്മൂൻ്റെ ഫ്രണ്ടൊക്കെ അവിടെ വരുന്നുണ്ട്. അമ്മൂൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചിട്ട് ഓന് ചെക്കനും അവിടെ വരും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഓനെത്താൻ പറ്റിയില്ല. അങ്ങനെ ഞാളെല്ലാവരും കൂടി എന്താക്കാണ് നേരെ പോവാണ്. ഇവിടെ ഇതെന്ത് പോക്കാ പോകുന്നത് മനസ്സിലാക്കില്ല. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ഓഹേ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവല്ലേ. അപ്പോൾ സ്ഥലം എത്തിയതിനു ശേഷം എൻ്റെ മക്കളെ ഇവിടെ കണ്ടില്ലേ സ്ലോ മോഷനിൽ വണ്ടി നിന്ന് ഇറങ്ങുന്നൊക്കെയും കണ്ട്. ആ കണ്ടതിന് ശേഷം ഞാൻ ചെല്ല ഇതാണോ സ്ഥലം എന്ന് വെച്ചാൽ അതെ ഇതാണ് ചേറുമല, അതായത് പേരാമ്പ്രയിലുള്ള ചേറുമല എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങ് ഇറങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല. ഇവിടെ എവിടെ വലിയ ഗുഹയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന കേട്ടോ. ഹെൽമെറ്റ് ഊരി അടങ്ങി വെച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടക്കുക. പിന്നെ ഒരാൾ വരും എന്നൊക്കെ പറഞ്ഞ് കാര്യം അനു എന്ന് വെച്ചുകൊണ്ട് ഈ സ്ഥലത്തിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാൾ വരുമെന്ന് പറഞ്ഞതിനെ കൊണ്ടാണ് നമ്മൾ മൂപ്പറയെ കാത്ത് ഇങ്ങനെ ഇരിക്കുകയല്ലേ. ഇരിക്കുന്ന സമയത്ത് എൻ്റെ മൂപ്പർ എന്താക്കുന്നത് സ്ലോ മോഷനിൽ വരുന്നത്. ഇപ്പറ പേര് ദിലീപ് എന്നിട്ട് തന്നെ പറഞ്ഞേ. അതിന് ഹെൽമെറ്റൊക്കെ അവിടെ വെച്ചിട്ട് എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ പിന്നെ പോവല്ലേ എന്ന്. അന്നേരം മൂപ്പർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും മതിൽ ചാടാൻ പറ്റില്ല, നിങ്ങൾ പതുക്കെ പോട് തന്നെ. അങ്ങനെ ഞാളെന്താക്കാണ് പതുക്കെ അങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ അനു പറഞ്ഞ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല, നിങ്ങളെന്തായിക്കോ ധൈര്യമായിട്ട് നടന്നോന്ന്. അങ്ങനെ ഞാളെല്ലാവരും കൂടി എന്താക്കാണ് ഗുഹ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു മതിലുണ്ട്, അങ്ങ് ചാടി. ആ ചാടിയതിനു ശേഷം ഇവിടെ ഒരാളിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നുണ്ട്. ഒറ്റയ്ക്കിരിക്കുന്നുണ്ടപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്തിനാ ഒറ്റയ്ക്കിരിക്കുന്നതെന്ന്. ഓല് പറഞ്ഞതേ അങ്ങോട്ട് നോക്കി നോക്കുകയെന്ന്. അങ്ങനെ ഞാളെല്ലാവരും കൂടി ഒന്ന് അങ്ങോട്ടേക്ക് നോക്കി. അപ്പോൾ അവിടെ കണ്ട ഒരു ബിൽഡിങ് മാത്രമേ കണ്ടത്. നല്ല രസമുള്ള സ്ഥലം കേട്ടോ. പേരാമ്പ്രയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർക്കും അറിയില്ല എന്നൊക്കെയാണ് തോന്നുന്നത്. അങ്ങനെ ഈ കെട്ടിടമൊക്കെ കണ്ടതിന് ശേഷം പിന്നെ എന്താ നോക്കണ്ടല്ലോ. അമ്മ ചോദിച്ചാൽ അല്ല അത് വിൽക്കുന്നോന്ന്. അനു അന്നേരം തന്നെ പറഞ്ഞില്ല അത് വിൽക്കുന്നില്ല എന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ആ പോകുന്ന സമയത്ത് വേറെ ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ എത്തിയതിനു ശേഷം കുറേ ആൾക്കാരെ ഞങ്ങൾ എന്താക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണുകയൊക്കെ ചെയ്തത്. പിന്നെ ഇതിങ്ങ് ചാടൽ ഒരു രക്ഷയില്ല കേട്ടോ. ഈ 3 എണ്ണത്തിനും മതിൽ ചാടി നല്ല ശീലമുണ്ട്. അതേമാതിരി ഇതും ചാടിയതിനു ശേഷം ഞാനിങ്ങനെ ക്യാമറ പിടിച്ചിട്ടേക്ക് ഇങ്ങനെ നിൽക്കുക. ഇതെങ്ങനെ ചാടി ഇതെന്താ അങ്ങനൊന്നും അല്ലടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും കാര്യമാക്കി എടുത്തില്ല. ഞങ്ങൾ നൈസായിട്ട് എന്താക്കാണ് അവിടെ നിന്ന് ചാടി പിന്നെ ഒന്നും നോക്കിയില്ല. നമ്മൾ ഗുഹയിലേക്ക് അങ്ങ് പോകാൻ വേണ്ടിയിട്ട് ഗുഹയുടെ എന്ന് നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്തല്ല എൻ്റെ മക്കളെ അത് കാണുന്നിടം തന്നെ നമുക്ക് പേടിയാവും കേട്ടോ. അത്രയും ഇവൾ ഭയങ്കര ധൈര്യത്തിൽ. അമ്മ എന്തുദ്ദേശിച്ചിട്ട് ധൈര്യത്തിൽ പോകുന്നതെന്ന് അറിയില്ല. ഇനി എന്തായാലും പോയൊക്കെ എൻ്റെ ഫോണൊക്കെ തട്ടി തെറിപ്പിച്ച് എന്തോ ബൈക്കാക്കി. അമ്മ നീ വരണ്ട. ക്ലിയറാ വാവലുണ്ടാവും. അമ്മ ഓനെ പേടിപ്പിക്കരുതേ. അതിലൂടെ ഇത് വലിയൊരു സാധനം അവിടെ അടുത്തതാ. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ഇനിയും താഴ്ത്തു. ഇവിടെ റെസ്റ്റോറന്റ് കാര്യങ്ങൾ വരും. എങ്ങനെ ഇത് ഇനിയും മണ്ണെടുത്തിട്ടേ അതോടുകൂടി ഇതിന്റെ എല്ലാം പോയി ചെയ്യും. കേവ് സെറ്റപ്പ് ഇല്ലേ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞ കാന്തല്ലൂരില്ലേ നമുക്ക് കേവിൻ്റെ ഉള്ളിൽ ബെഡ്റൂമാണ്. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇവ വന്നിട്ട് ഇതിന്റെ ഉള്ളിലല്ലേ തണുപ്പ് ഒരിക്കലും ഉണ്ടോ നല്ല ചൂടായിരിക്കും. നല്ലതാണപ്പാ. അങ്ങോട്ടുണ്ട് വഴി. ആ അടഞ്ഞു ചെയ്തേക്കില്ലേ? അടഞ്ഞല്ല, ഇതില്ലായിരുന്നു. ഇതൊക്കെ മണ്ണ് ഒഴിവാക്കി എടുത്താ ഇപ്പൊ. സിനിമ ഷൂട്ടിങ്ങോ? ഞാൻ കൊടുക്കുന്നില്ല.
ഇത് താഴെയാ ഇല്ല നമ്മള് ഈ സൈഡ് ഇങ്ങനെ പന്നിമുക്കുന്ന് ഇങ്ങോട്ട് വരുന്നില്ലേ അമ്മു ഹലോ ആ ജില്ലേട്ടാ ഇല്ല 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 അല്ലേ എടുത്തോളി എടുത്തോളി അമ്മു ഭയങ്കര ധൈര്യം അവർക്കെല്ലാം പോയ സ്പീഡിൽ തിരിച്ചു അമ്മ ഒരിക്കൽ കട്ട് ചെയ്ത് കൊടുക്കും ഏതിരാ ഒരിക്കൽ കട്ട് ചെയ്ത് കൊടുക്കണേ ഇതാക്കി അതാ അവർക്ക് കട്ട് ചെയ്ത് കൊടുക്കും നീ തന്നെ കട്ട് ചെയ്ത് കൊടുക്ക് ഞാൻ കട്ട് ഇനി കട്ട് ചെയ്ത് കൊടുക്ക് കട്ട് ചെയ്ത് കൊടുക്ക് അതെ അല്ല ഇനി ഒലി കട്ടേണ്ടി വരുമോ ഇതെന്താ ഇത് കട്ടി നീ കട്ടി എന്നെ കൊണ്ട് പറ്റും എന്റെ പഠിച്ചോനെ ഇതിപ്പോ ഒന്ന് ഓണാക്കി ക്യാമറ ക്യാമറ ഇവിടെ എന്റെ കൈ ഇതാകണ്ടേ കേക്ക് വാങ്ങാനായിട്ട് വിചാരിതമായിട്ട് എത്തിപ്പെട്ടല്ലേ എടുക്ക് ഇത്ര വലിയ പീസ് വേണ്ട 40 ആക്കാതെ നോക്കി കയ്യിലായില്ലേ